നമസ്കാരം. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. ഏപ്രിൽ 9-ന് കേരളം വിധി കുറിക്കും. ഫലപ്രഖ്യാപനം മെയ് 4-ന്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തീയതി പ്രഖ്യാപനത്തെ തുടർന്ന് പ്രചരണം തുടങ്ങി രാഷ്ട്രീയ പാർട്ടികൾ. കെ സുധാകരന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് താനല്ല, ഹൈക്കമാൻഡാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. കാട്ടകാമ്പാലിൽ SFI കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ സംഘർഷം. ഞായറാഴ്ച രാവിലെ 9:30 നടന്ന സംഘർഷത്തിൽ ഇരുവിഭാഗത്തിലെയും പ്രവർത്തകർക്ക് പരിക്ക്. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ പ്രദേശത്ത് പോലീസ് നിരീക്ഷണം ശക്തം. നിയമക്കുരുക്ക് മറികടക്കാൻ അടിയന്തര നീക്കവുമായി AV ഗോപിനാഥ് വീണ്ടും ഗുരുവായൂർ ദേവസ്വം ചെയർമാനായി സത്യപ്രതിജ്ഞ ചെയ്തു. തുടർന്ന് ഭരണസമിതി യോഗം ചേർന്ന് AV ഗോപിനാഥിനെ വീണ്ടും ചെയർമാനായി തെരഞ്ഞെടുത്തു. ആൽത്തറയിൽ ബസ് ഡ്രൈവറെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. ഓട്ടോ ഡ്രൈവറായ കുമാരൻപടി സ്വദേശി മേത്തി വീട്ടിൽ ഇക്ബാലിനെ വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. കേരളത്തിൽ ഏപ്രിൽ 9-ന് വോട്ടെടുപ്പ് നടക്കും. കേരളമടക്കം 4 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലെയും തെരഞ്ഞെടുപ്പ് തീയതിയാണ് പ്രഖ്യാപിച്ചത്. വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും മെയ് 4-നായിരിക്കും. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ദില്ലിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചത്. കേരളത്തിൽ ഒറ്റഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും മെയ് 4-നായിരിക്കും. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടവും നിലവിൽ വന്നു. സംസ്ഥാനത്ത് SIR-നു ശേഷം മാർച്ച് 13 വരെയുള്ള കണക്ക് പ്രകാരം 2,71,11,856 പേരാണ് ആകെ വോട്ടർമാരായുള്ളത്. ഇനിയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ സമയമുണ്ട്. മാർച്ച് 16-നാണ് ഗസറ്റ് വിജ്ഞാപനം. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി മാർച്ച് 23-നും നാമനിർദ്ദേശ പത്രിക പരിശോധന മാർച്ച് 24-നും നടക്കും. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി മാർച്ച് 26-ആണ്. കേരളത്തിൽ 140 സീറ്റുകളിലേക്കും പശ്ചിമബംഗാളിൽ 294, തമിഴ്നാട്ടിൽ 234, അസമിൽ 126, പുതുച്ചേരിയിൽ 30 സീറ്റുകളിലേക്കുമാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തിന് തൊട്ടുപിറകെ LDF സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടു. CPM, CPI എന്നിവർക്കു പുറമെ മുന്നണിയിലെ ഘടകകക്ഷികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയും ഉടൻ പുറത്തുവന്നേക്കും. BJP A ക്ലാസ് സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാണ് ആദ്യം പ്രഖ്യാപിക്കുന്നത്. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കേരളത്തിലെ മത്സരചിത്രം തെളിയും. 2021-ൽ ബംഗാളിൽ 8 ഘട്ടങ്ങളിലായും അസമിൽ 3 ഘട്ടങ്ങളിലായും തമിഴ്നാട്, കേരളം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ ഒറ്റഘട്ടവുമായാണ് വോട്ടെടുപ്പ് നടന്നത്. വിവിധ സംസ്ഥാനങ്ങളിലെ സന്ദർശനവും പരിശോധനകളും പൂർത്തിയാക്കിയ ശേഷമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപനത്തിലേക്ക് കടന്നത്. കേരളത്തിൽ LDF, UDF, NDA മുന്നണികൾ സ്ഥാനാർത്ഥി ചർച്ചകൾ വേഗം പൂർത്തിയാക്കി പ്രചരണത്തിലേക്ക് കടക്കും. സംസ്ഥാനത്ത് LDF 3-ാം ഊഴം ലക്ഷ്യമിടുമ്പോൾ ഇടവേളയ്ക്കു ശേഷം ഭരണത്തിൽ തിരിച്ചെത്താമെന്ന പ്രതീക്ഷയിലാണ് UDF. അക്കൌണ്ട് തുറക്കുക എന്ന ലക്ഷ്യവുമായാണ് BJP തയ്യാറെടുപ്പുകൾ നടത്തുന്നത്. NDAയുടെ നേമത്തെ ഏക അക്കൌണ്ട് പൂട്ടിക്കുകയും ചെയ്തിരുന്നു. കേരളത്തിൽ 2021-ൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 99 സീറ്റുകൾ നേടിയാണ് LDF അധികാരം നിലനിർത്തിയത്. UDF-ന് 41 സീറ്റാണ് ലഭിച്ചത്. കെ സുധാകരന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് താനല്ല, ഹൈക്കമാൻഡാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് ശേഷം ശ്രീവത്സം ഗസ്റ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. MP-മാർ മത്സരിക്കണമോ എന്ന കാര്യത്തിൽ ഡൽഹിയിലാകും അന്തിമ തീരുമാനമുണ്ടാകുക. തിങ്കളാഴ്ച സുധാകരനുമായി ഡൽഹിയിൽ ചർച്ച നടത്തും. UDF സ്ഥാനാർത്ഥി പട്ടിക തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ പുറത്തുവിടും. നിലവിലെ വൈകൽ സ്വാഭാവികമാണെന്നും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിലെ കാലതാമസമാണ് ഇതിന് കാരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്ഥാനാർത്ഥികളെ താമസിച്ചതിന്റെ കാരണം തെരഞ്ഞെടുപ്പ് അനൗൺസ്മെന്റ് താമസിച്ചതാണ്. തെരഞ്ഞെടുപ്പ് എപ്പോൾ അനൗൺസ് ചെയ്താലും അപ്പോൾ ഉടൻ തന്നെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തുവിടും. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം സെറ്റാണ്. കേരളവും സെറ്റാണ്, ഞങ്ങളും സെറ്റാണ്. അല്ല, അത്തരം കാര്യങ്ങൾ ഞാനല്ല തീരുമാനിക്കേണ്ടത്, കേരളത്തിലും അല്ല തീരുമാനിക്കേണ്ടത്. അത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. MP-മാർ മത്സരിക്കണമോ എന്നുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡാണ് എടുക്കേണ്ടത്. ആയിട്ടില്ല. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് LDF സർക്കാർ നടത്തുന്ന പ്രഖ്യാപനങ്ങൾ വെറും കബളിപ്പിക്കലാണെന്ന് ചെന്നിത്തല ആരോപിച്ചു. കഴിഞ്ഞ 10 വർഷം എടുക്കാത്ത തീരുമാനങ്ങളാണ് കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ക്യാബിനറ്റ് എടുത്തത്. ഇത് നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് സർക്കാരിന് തന്നെ അറിയാമെന്നും അദ്ദേഹം പരിഹസിച്ചു. തെരഞ്ഞെടുപ്പിനെ കണ്ടുകൊണ്ട് ആളുകളെ കളിപ്പിക്കാൻ വേണ്ടി
ഇഷ്ടംപോലെ തീരുമാനങ്ങൾ എടുക്കുകയാണ്. ആളുകൾക്ക് മുഴുവൻ ഭൂമി പതിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ എൻ്റെ എല്ലാ വിശദാംശങ്ങളിലും വരാൻ പോകുന്നേ ഉള്ളൂ. ഒരു കാലത്തും കഴിഞ്ഞ 10 വർഷം ചെയ്യാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ രണ്ടാഴ്ച കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ആളുകളെ കബളിപ്പിക്കാനാണ്. ജനങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവും. തെരഞ്ഞെടുപ്പായതോടു കൂടിയാണ് 2-3 പേജ് പരസ്യം, ആളുകളെ കളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ, ക്യാബിനറ്റ് തീരുമാനങ്ങൾ. കാരണം ഇതൊന്നും നടപ്പാക്കേണ്ടി വരില്ലെന്ന് അറിയാമല്ലോ. നാട്ടികയിലെ സ്ഥാനാർത്ഥിത്വത്തിൽ ഉടൻ തീരുമാനമെടുക്കേണ്ടതുണ്ട്. RJD ഇതുവരെ UDFനെ സമീപിച്ചിട്ടില്ല. ഒരു കാലത്തും ഉണ്ടാകാത്ത രീതിയിലുള്ള തകർച്ചയാണ് CPM നേരിടുന്നത്. CPMൽ കൂട്ടാടിയും പ്രതിസന്ധിയും വളർന്നുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്ത് ക്രമസമാധാന നില പൂർണ്ണമായും തകർന്നു. ഗുണ്ടകൾ വിലസുകയാണ്. പോലീസ് ഭരണ സംവിധാനം നിഷ്ക്രിയമായതാണ് ഇതിന് കാരണം. മറ്റു പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമായി കോൺഗ്രസിൽ എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. മറ്റു പല പാർട്ടികളിലും അതില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. ഇത്തവണ ഏറ്റവും കൂടുതൽ പരസ്യമായിട്ടുള്ള എതിർപ്പുണ്ടായ CPMലാണ്. ഒരു കാലത്തും ഉണ്ടാകാത്ത നിലയിൽ CPMലാണ് ഇപ്പൊ കൂട്ടയടിയും പ്രതിസന്ധിയും വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ CPM ഒരു വൻ തകർച്ചയെ നേരിടുകയാണ്. ഓരോ നേതാക്കന്മാർ പാർട്ടി വിടുകയാണ്. പ്രധാനപ്പെട്ട ആളുകൾ പാർട്ടി വിടുകയും പാർട്ടിക്കെതിരായി നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഗുണ്ടകളൊക്കെ നാട്ടിലിറങ്ങിയ ആളുകളെ ഭീഷണിപ്പെടുത്തുകയും തമ്മിലടിക്കുകയും വെട്ടിമരിക്കുകയും ഒക്കെ ചെയ്യുന്ന കേരളത്തിൽ ഇപ്പോൾ സർവ്വസാധാരണമാണ്. ക്രമസമാധാന നില തന്നെ തകർന്നിരിക്കുകയാണ്. ഇതൊന്നും ചോദിക്കാനും പറയാനും ഇവിടെ ആരും ഇല്ലാത്ത അവസ്ഥയാണ്. ഈ ഭരണത്തിന്റെ കീഴിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളെ ദ്രോഹിക്കുന്നത് ഗുണ്ടകളും സാമൂഹ്യ വിരുദ്ധന്മാരുമാണ്. ഇവരെ നിയന്ത്രിക്കാനോ അറസ്റ്റ് ചെയ്യാനോ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനോ പോലീസില്ല. ഇതാണ് പോലീസ് ഭരണത്തിന്റെ ഗതികേട്. ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ പ്രചരണത്തിൽ മേൽക്കൈ നേടി മണലൂരിലെ UDF സ്ഥാനാർത്ഥി TN പ്രതാപൻ. മണ്ഡലത്തിലുടനീളം ചുവരെഴുതിയും പോസ്റ്റർ പതിച്ചും ഫ്ലക്സ് ബോർഡുകൾ നിരത്തിയുമാണ് UDF പ്രചരണത്തിൽ മുന്നേറിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വരും മുമ്പ് തന്നെ മണലൂർ മണ്ഡലത്തിൽ പ്രധാന 3 മുന്നണികളും പ്രചരണ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചിരുന്നു. പ്രവർത്തകർ മുൻകൂട്ടി ചുവരുകൾ ബുക്ക് ചെയ്ത് പാർട്ടി ചിഹ്നങ്ങൾ വരയ്ക്കുന്നത് പൂർത്തിയാക്കുകയും ചെയ്തു. എന്നാൽ UDFനായി മത്സരരംഗത്ത് TN പ്രതാപൻ എത്തുമെന്ന അനൌദ്യോഗിക അറിയിപ്പ് ലഭിച്ചതോടെ ചുവരുകളിൽ പാർട്ടി ചിഹ്നത്തിനൊപ്പം പ്രതാപന്റെ പേരുകൂടി എഴുതി ചേർത്തിരിക്കുകയാണ് പ്രവർത്തകർ. 10 വർഷം മുമ്പ് കൈവിട്ട സീറ്റ് തിരിച്ചുപിടിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടെയാണ് പ്രവർത്തകർ പ്രചരണരംഗം കൊഴുപ്പിക്കുന്നത്. ചുവരെഴുത്തുകൾക്ക് പുറമെയാണ് പ്രതാപന്റെ ചിത്രം ആലേഖനം ചെയ്ത പോസ്റ്ററും ഫ്ലെക്സ് ബോർഡുകളും മണ്ഡലത്തിന്റെ വിവിധ കോണുകളിൽ സ്ഥാപിച്ചിരിക്കുന്നത്. പ്രതാപൻ സ്ഥാനാർത്ഥിയാകുന്ന പശ്ചാത്തലത്തിൽ മണ്ഡലത്തിലെ പ്രവർത്തകർ വലിയ ആവേശത്തിലാണെന്ന് KPCC സെക്രട്ടറി CC ശ്രീകുമാർ വ്യക്തമാക്കി. ഈ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് പരിപൂർണ വിജയം കിട്ടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് മണലൂർ അസംബ്ലിയിൽ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ പ്രാദേശികമായി കോൺഗ്രസ് പ്രവർത്തകരും വിശിഷ്ട ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ പ്രവർത്തകരും വലിയ ആവേശത്തിലാണ്. വിവിധ പ്രദേശങ്ങളിൽ TN പ്രതാപന്റെ സ്ഥാനാർത്ഥിത്വം പാർട്ടിക്കകത്ത് ഉറപ്പിച്ചതിന്റെ ഭാഗമായി കൊണ്ട് പ്രാദേശികമായി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ അദ്ദേഹത്തിന്റെ ചുമരെഴുത്ത് പ്രചരണം ആരംഭിച്ചിരിക്കുകയാണ്. 30ഓളം സീറ്റുകളിൽ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ പാർട്ടിയിൽ ഏകദേശ ധാരണയായിട്ടുണ്ടെന്നും മണലൂരിൽ പ്രതാപൻ സ്ഥാനാർത്ഥിയാകുമെന്നും അറിഞ്ഞതോടെ മുൻപെങ്ങുമില്ലാത്ത വിധത്തിലുള്ള നിലയിലാണ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രചരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. പ്രവർത്തകരുടെ ഈ ആവേശം വലിയ വിജയം പ്രതാപന് സമ്മാനിക്കുമെന്നും ശ്രീകുമാർ കൂട്ടിച്ചേർത്തു. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി 235 ബൂത്തുകളിലും പൂർത്തീകരിച്ച് ഇപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച കോൺഗ്രസിന്റെ ഇലക്ഷൻ കമ്മിറ്റി അംഗീകാരം കൊടുത്തതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ UDFന്റെ നേതൃത്വ യോഗങ്ങൾ ഇപ്പോൾ ഇന്നലെ തൊട്ട് ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ വിജയ പ്രതീക്ഷ അത് കേവലം മണലൂരിൽ മാത്രമല്ല, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു സർക്കാർ ഈ വരുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അധികാരത്തിൽ വരുന്നതിന്റെ വലിയ ആവേശത്തോടു കൂടിയാണ് ഇവിടുത്തെ പ്രവർത്തകർ പോയിക്കൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപനത്തോടെ ഇനിയുള്ള ദിവസങ്ങളിൽ പ്രചരണ രംഗത്ത് UDF വലിയ കുതിപ്പ് നടത്തുമെന്നാണ് പ്രാദേശിക നേതാക്കളും പറയുന്നത്. ഇക്കുറി സംസ്ഥാനത്ത് തന്നെ ആവേശകരമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നായ മണലൂരിൽ വരും ദിവസങ്ങളിൽ പ്രചരണ രംഗത്ത് ആവേശത്തിന്റെ പൊടിപൂരത്തിനായിരിക്കും സാക്ഷ്യം വഹിക്കുക. കാട്ടുകാമ്പാലിൽ SFI കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ സംഘർഷം. SFI പ്രവർത്തകനും കോൺഗ്രസ് പ്രവർത്തകനും പരിക്കേറ്റു. ഞായറാഴ്ച രാവിലെ 9:30 നടന്ന സംഘർഷത്തിലാണ് ഇരുവിഭാഗത്തിലെയും പ്രവർത്തകർക്ക് പരിക്കേറ്റത്. വീട് പണി നടന്നിരുന്ന സ്ഥലത്ത് നനച്ചുകൊണ്ടിരിക്കുകയായിരുന്ന SFI പ്രവർത്തകൻ VM അഭിനവിനെ ടിപ്പർ ലോറി ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതായാണ് പരാതി. മണ്ണ് നിറച്ചെത്തിയ ലോറി കൊണ്ട് ഇടിക്കാൻ ശ്രമിച്ച ശേഷം മാരകായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നുവെന്ന് പറയുന്നു. തലയ്ക്ക് പരിക്കേറ്റ അഭിനവിനെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ ജംഷീറാണ് ആക്രമണത്തിന് പിന്നിലെന്ന് അഭിനവിന്റെ ബന്ധുക്കളും CPM നേതൃത്വവും ആരോപിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ ചെപ്പങ്ങൽ വീട്ടിൽ ജംഷീറിന് നേരെയും ആക്രമണമുണ്ടായി. രാവിലെ 9:30 വഴിയിൽ തടഞ്ഞു നിർത്തി 10ഓളം പേർ ചേർന്ന് മർദ്ദിച്ചതായാണ് പരാതി. പരിക്കേറ്റ ജംഷീറിനെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മോഹനൻ, ആദിത്യൻ, അഭിനദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് തന്നെ മർദ്ദിച്ചതെന്ന് ജംഷീർ പറയുന്നു. ചിറക്കൽ ഫെസ്റ്റിനിടെ CPM പ്രവർത്തകനായ അഭിഷേകിനെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് ഏതാനും കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ നേരത്തെ പോലീസ് കേസെടുത്തിരുന്നു. ഇതിന്റെ തുടർച്ചയായുണ്ടായ മുൻവൈരാഗ്യമാണ് ഇപ്പോഴത്തെ സംഘർഷങ്ങൾക്ക് കാരണമെന്ന് പോലീസ് കരുതുന്നു. സംഭവത്തിൽ കുന്നംകുളം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പ്രദേശത്ത് കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. നിയമക്കുരുക്ക് മറികടക്കാൻ അടിയന്തര നീക്കവുമായി AV ഗോപിനാഥ് വീണ്ടും ഗുരുവായൂർ ദേവസ്വം ചെയർമാനായി സത്യപ്രതിജ്ഞ ചെയ്തു. ഇന്ന് രാവിലെ 6 മണിക്ക് ദേവസ്വം കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം കമ്മീഷണർ MG രാജമാണിക്യം സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് ഭരണസമിതി യോഗം ചേർന്ന AV ഗോപിനാഥിനെ വീണ്ടും ചെയർമാനായി തെരഞ്ഞെടുത്തു. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുൻപായി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി ഞായറാഴ്ച അതിരാവിലെയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ സർക്കാർ വിജ്ഞാപനം വായിച്ചു. ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, C മനോജ് B നായർ, MU ഷിനിജ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഈ മാസം 8-ന് AV ഗോപിനാഥ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരുന്നെങ്കിലും സാങ്കേതികമായ പിഴവുകൾ വലിയ നിയമക്കുരുക്കിന് വഴിവെക്കുകയായിരുന്നു. മുൻ ചെയർമാൻ ഡോക്ടർ VK വിജയന്റെ കാലാവധി തീരുന്നതിനു മുൻപ് അദ്ദേഹത്തെ രാജിവെപ്പിച്ചായിരുന്നു ഗോപിനാഥിനെ നിയമിച്ചത്. എന്നാൽ വിജയന് പകരക്കാരനായി നിയമിക്കുന്നു എന്ന ഉത്തരവ് വന്നതോടെ വിജയന്റെ കാലാവധി അവസാനിക്കുന്ന മാർച്ച് 13 വരെ മാത്രമേ ഗോപിനാഥിന് തുടരാനാകൂ എന്ന വാദം ഉയർന്നു. ഇതിനെതിരെ കോൺഗ്രസ് നേതാവും മുൻ ഭരണസമിതി അംഗവുമായ K കുഞ്ഞുണ്ണി ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് സർക്കാർ തിടുക്കത്തിൽ പുതിയ ഉത്തരവിറക്കിയത്. കോടതി ഇടപെടൽ ഭയന്നും പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നത് കണക്കിലെടുത്തുമാണ് ഞായറാഴ്ച തന്നെ സത്യപ്രതിജ്ഞ വീണ്ടും നടത്തിയത്. റവന്യൂ, ദേവസ്വം, നിയമവകുപ്പുകളിലെ ഉദ്യോഗസ്ഥർക്ക് സംഭവിച്ച ഗുരുതരമായ പിഴവാണ് സത്യപ്രതിജ്ഞയും തെരഞ്ഞെടുപ്പും ആവർത്തിക്കാൻ കാരണമായത്. ദേവസ്വം സെക്രട്ടറി അടക്കമുള്ളവർ ഇത് ശ്രദ്ധിച്ചില്ല എന്നതും വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. നിയമന ഉത്തരവിലെ പിഴവ് തിരുത്തി സർക്കാർ 11-ന് പുതിയ വിജ്ഞാപനം ഇറക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ പുനർസത്യപ്രതിജ്ഞ നടന്നത്. അതേസമയം നേരത്തെ ഗോപിനാഥിനൊപ്പം ഭരണസമിതി അംഗമായി ചുമതലയേറ്റ MU ഷിനിജയ്ക്ക് ഇത് ബാധകമായില്ല. ഭരണസമിതി അംഗമായിരുന്ന VG രവീന്ദ്രന്റെ കാലാവധി പൂർത്തിയായ ഒഴിവിലേക്കാണ് ഷിനിജയെ സർക്കാർ നിയമിച്ചത്. അതിനാൽ ഇവർക്ക് 2 വർഷം കാലാവധി ലഭിക്കും. നമ്മുടെ ഭരണസമിതി അംഗങ്ങളെല്ലാം തന്നെ വളരെ ആക്റ്റീവായി, ആരെങ്കിലും ഒരാളില്ലാത്ത ദിവസം ഗുരുവായൂരുണ്ടായിട്ടില്ല. പിന്നെ നിയമപരമായി അത് ശരിയായതുകൊണ്ട് ആ 4-ാം തീയതിക്ക് ശേഷമുള്ള ഇങ്ങനെ ഒരു നടപടിക്രമം കൊണ്ടായി പറ്റൂ. അപ്പൊ ഗവൺമെന്റ് അറിഞ്ഞുകൊണ്ട് തന്നെ ഇത്തരമൊരു നിലപാട് കണ്ടപ്പോൾ ഒരു പ്രത്യേക ഓർഡർ ഇറക്കുകയും ഇന്ന് സത്യപ്രതിജ്ഞയോടുകൂടി അത് യാഥാർത്ഥ്യമാവുകയും ചെയ്തു. ആൽത്തറയിൽ ബസ് ഡ്രൈവറെ കുത്തി പരിക്കേൽപ്പിച്ചു. ഓട്ടോ ഡ്രൈവർ പോലീസ് പിടിയിൽ. കുന്നംകുളത്ത് നിന്ന് പൊന്നാനി കുണ്ടുകടവിലേക്ക് സർവീസ് നടത്തുന്ന വിജിത്ത് ബസ്സിലെ ഡ്രൈവർ അയിരൂർ സ്വദേശി ബബീഷിനാണ് പരിക്കേറ്റത്. നെറ്റിയിൽ കുത്തേറ്റ ഇയാൾ പുന്നൂക്കാവ് ആശുപത്രിയിൽ ചികിത്സ തേടി. ഓട്ടോ ഡ്രൈവറായ കുമാരൻപടി സ്വദേശി മേത്തി വീട്ടിൽ ഇക്ബാലിനെ വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ശനിയാഴ്ചയായിരുന്നു സംഭവം. സൈഡ് കൊടുക്കുന്നതിനെ ചൊല്ലി വടക്കേക്കാട് വെച്ച് തർക്കം നടക്കുകയും തുടർന്ന് ആൽത്തറയിൽ എത്തിയ ശേഷം ഓട്ടോ ബസ്സിന് കുറുകെ നിർത്തിയിടുകയും വാക്കുതർക്കത്തെ തുടർന്ന് കയ്യിലുണ്ടായിരുന്ന ഇരുമ്പ് കമ്പി ഉപയോഗിച്ച് ബബീഷിന്റെ നെറ്റിയിൽ കുത്തുകയായിരുന്നുവെന്ന് പറയുന്നു. വെള്ളറക്കാട് കൊല്ലൻപടിയിൽ പേവിഷബാധയുള്ള തെരുവുനായയുടെ ആക്രമണത്തിൽ 84-കാരി മരിച്ച സാഹചര്യത്തിൽ തെരുവുനായ്ക്കൾക്ക് 2ാം ഘട്ട പേവിഷബാധ കുത്തിവയ്പ്പെടുത്തു. കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെ നിർദ്ദേശപ്രകാരം അനിമൽ ബർത്ത് കൺട്രോൾ ട്രെയിനർ രമണി സത്യന്റെ നേതൃത്വത്തിലുള്ള ഡോഗ് കേച്ചേഴ്സാണ് ദൌത്യത്തിന് നേതൃത്വം നൽകിയത്. കുടുംബശ്രീ വഴി ട്രെയിനിംഗ് ലഭിച്ച രമണി സത്യൻ കഴിഞ്ഞ 5 വർഷമായി പ്രവർത്തനം നടത്തിവരുന്നുണ്ട്. ഉള്ളൊരു ഏരിയയാണ്. അപ്പോൾ ഒരു 100-200 ഡോഗ്സിനൊന്നും വെച്ചോണ്ട് കാര്യമില്ല. കൂടുതൽ എണ്ണം പഞ്ചായത്ത് അതിനുള്ള ഫണ്ട് വെച്ച് ഈ അടുത്തൊരു ഘട്ടത്തിൽ അത് ചെയ്തു പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. പേവിഷബാധയുള്ള നായയുടെ സാന്നിധ്യമുണ്ടായ പ്രദേശത്തും പരിസരങ്ങളിലുമായി 47 നായകൾക്ക് റാബിസ് വാക്സിനേഷൻ നൽകി. എല്ലാ നായ്ക്കളെയും പിടിച്ച് വളരെ ആളുകളും സഹകരിക്കുന്നുണ്ട്. നമ്മളെ ഉദ്യോഗസ്ഥന്മാരൊക്കെ വളരെയേറെ കോപ്പറേറ്റ് ചെയ്ത് സമയമൊന്നും ഒരു പരിധി നോക്കാതെ ഇന്നിപ്പോ കാലത്ത് 7 മണിക്ക് തുടങ്ങിയതാണ്. അപ്പൊ നമ്മുടെ ഈ ആളുകളുടെ ആശങ്ക അകറ്റുക, ഒപ്പം തന്നെ ഒരു ആൾക്കും അപകടം പറ്റാതിരിക്കുക എന്നുള്ളതാണ്
നമ്മുടെ ഉദ്ദേശം. അതിനു വേണ്ടിയിട്ടുള്ള പരമാവധി ശ്രമത്തിലാണ് ഞങ്ങളെല്ലാവരും കൂടി ഒരൊറ്റ ഇതായിട്ട് ജനങ്ങളുടെയും കൂടി സഹകരണത്തോടു കൂടി പരമാവധി നായകളെ പിടിച്ച് നമ്മൾ അവരെ വാക്സിൻ ചെയ്ത് വിടുകയാണ്. വാർഡ് മെമ്പർ PN വിഷയകുമാർ, വെറ്റിനറി ഉദ്യോഗസ്ഥരായ സിബി കുമാർ, റെജി, ഡോഗ് ക്യാച്ചർ ടീം അംഗങ്ങളായ രഘുകുമാർ, സെൽവം, സുരേഷ്, ഗൗതം എന്നിവർ വാക്സിനേഷൻ നൽകുന്നതിന് നേതൃത്വം നൽകി. അപകടക്കെണിയായി കുന്നംകുളം മധുരക്കുളം റോഡ്. റോഡരികുകൾ തകർന്നതും വീതി കുറവുമാണ് മധുരക്കുളം റോഡിൽ അപകട ഭീഷണി ഉയർത്തുന്നത്. ദിനംപ്രതി നൂറുകണക്കിന് വാഹനങ്ങൾ ആശ്രയിക്കുന്ന ഈ റോഡിന് പൊതുവെ വീതി കുറവാണ്. ഇതിനു പുറമെ റോഡരികുകൾ കൂടി തകർന്നതോടെ വാഹനങ്ങൾക്ക് സുഗമമായി കടന്നുപോകാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. എതിരെ വരുന്ന വാഹനങ്ങൾക്ക് വശം കൊടുക്കാൻ പോലും കഴിയാത്തതിനാൽ തിരക്കേറിയ സമയങ്ങളിൽ ഇവിടെ വലിയ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെടുന്നത്. ഇരുചക്രവാഹന യാത്രക്കാരും കാൽനട യാത്രക്കാരുമാണ് ഇതിൻ്റെ ദുരിതം ഏറ്റവും അധികം അനുഭവിക്കുന്നത്. മധുരക്കുളം റോഡിൽ നിന്നും തൃശൂർ മെയിൻ റോഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തെ അശാസ്ത്രീയമായ അവസ്ഥയാണ് മറ്റൊരു പ്രധാന വില്ലൻ. ഈ ഭാഗത്ത് റോഡിന് വലിയ ഉയരക്കൂടുതലുള്ളതിനാൽ ചരക്ക് ലോറികൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് കയറ്റം കയറാൻ ഏറെ ബുദ്ധിമുട്ടാണ്. പലപ്പോഴും ഭാരമേറിയ വാഹനങ്ങൾ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നതും കയറ്റത്തിൽ വാഹനങ്ങൾ പുറകോട്ട് ഇറങ്ങിപ്പോകുന്നതും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. മഴക്കാലം കൂടിയെത്തുന്നതോടെ റോഡിൻ്റെ അവസ്ഥ കൂടുതൽ പരിതാപകരമാകാനാണ് സാധ്യത. നമ്മുടെ ഈ മധുരക്കുളം റോഡ് തൃശ്ശൂർ റോഡ് ടാറിങ്ങിന് ശേഷം അതിന് ഹൈറ്റ് വളരെ കൂടിയ കാരണം അത് ഭയങ്കര അപകടമാണ്. ഹൈറ്റ് കൂടിയ കാരണം വണ്ടികൾ ബാക്കിലേക്ക് മറിയാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ റോഡിൻ്റെ എഡ്ജുകളും ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഈ മധുരക്കുളം തോട് എന്ന് പറയണത് ഇപ്പോഴെന്നല്ല കുറേ കാലങ്ങളായിട്ട് എപ്പോഴും കംപ്ലൈൻ്റ് ആണ്. പല ഹോട്ടലുകളും അതുപോലെ അടുപ്പൂട്ടി സൈഡിൽ നിന്ന് വരുന്ന വെള്ളമൊക്കെ ഈ കാറിന് ത്രൂ ആണ് പോണത്. അതിൻ്റെ ദുർഗന്ധം ഇവിടുത്തെ താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ എപ്പോഴും കംപ്ലൈൻ്റ് ഞാൻ ഇപ്പോൾ കൗൺസിലറായിട്ടുള്ള പക്ഷേ അതിന് മുന്നും കംപ്ലൈൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ വേസ്റ്റ് വെള്ളം തള്ളാറുണ്ട്. ഇവിടെ ഒരു CCTV ഇല്ല, അത് കണ്ടുപിടിക്കാൻ ഇതുവരെ CCTV വെച്ചിട്ടില്ല. ഇതിനൊക്കെ ഒരു പരിഹാരം കാണണം എത്രയും പെട്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനാൽ വൻദുരന്തങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് അടിയന്തരമായി റോഡിൻ്റെ അരികുകൾ നന്നാക്കാനും തൃശൂർ റോഡിലേക്കുള്ള പ്രവേശന ഭാഗത്തെ ഉയരവ്യത്യാസം പരിഹരിക്കാനും അധികൃതർ നടപടിയെടുക്കണമെന്ന് യാത്രക്കാരും പ്രദേശവാസികളും ഒന്നടങ്കം ആവശ്യപ്പെടുന്നു. നമുക്ക് വണ്ടി കയറ്റാനും എടുക്കാനും പ്രയാസമാണ്. ഭയങ്കര വണ്ടി കയറുമ്പോൾ മറ്റുള്ള വണ്ടി വരുമ്പോൾ എടുക്കാനും പറ്റുന്നില്ല. ബാക്കിലേക്ക് ഇറങ്ങുകയൊക്കെ ചെയ്യണം. ഭയങ്കര അടിച്ചാണ്, അത് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അവിടെ തിരുവല്ലൊരു ഇതുണ്ട്, ഒരു കുഴി പോലെ അതുണ്ട്. അപ്പോൾ അതൊന്ന് ശരിയാക്കാൻ വളരെ ഉപകാരമായി. ഇവിടുന്ന് ഈ കയറ്റാണ് മെയിനായിട്ടുള്ള കേസ്. നമുക്കവിടെ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വേറെ വണ്ടി അവിടുന്ന് വന്നാലും നമുക്ക് എടുക്കാനൊക്കെ ഭയങ്കര പ്രയാസമാണ്. അങ്ങനെ ഒരു ഇതുണ്ട്, എത്ര ശരിയാക്കണേ ഉപകാരമായി. പോർക്കളങ്ങാട് ശ്രീ വട്ടിരിങ്ങൽ ഭദ്രകാളി ക്ഷേത്രോത്സവം ഭക്തിസാന്ദ്രം. ഉത്സവ ദിവസമായ ഞായറാഴ്ച പുലർച്ചെ 5:30 ഗണപതി ഹോമവും തുടർന്ന് വിശേഷാൽ പൂജകളും ഉണ്ടായി. ക്ഷേത്രം തന്ത്രി കീഴ്മഠയൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി ഉടയൂർ ഇടമന പരമേശ്വരൻ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ഉച്ചയ്ക്ക് 3 മണിക്ക് ദേവസ്വം പൂരം എഴുന്നള്ളിച്ചു. കൊമ്പൻ ചിറയ്ക്കൽ പരമേശ്വരൻ തിടമ്പേറ്റി. പ്രാദേശിക കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള പൂരം എഴുന്നള്ളിപ്പുകൾ ആരംഭിച്ച് ദേശങ്ങൾ ചുറ്റി വൈകിട്ട് ക്ഷേത്രാങ്കണത്തിലെത്തി. ഗുരുവായൂർ അനിരുദ്ധന്റെ പ്രമാണിത്വത്തിലുള്ള മേളത്തിന്റെ അകമ്പടിയോടെ നടന്ന എഴുന്നള്ളിപ്പിൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ, ചിറയ്ക്കൽ കാളിദാസൻ തുടങ്ങിയ ഗജവീരന്മാർ അണിനിരന്ന് ആനപ്രേമികൾക്ക് ആവേശം പകർന്നു. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം 8:15 വരെ പാണ്ടിമേളവും ഉണ്ടായി. രാത്രി 12 മണിക്ക് ശേഷം പള്ളിത്താലം വരവും പുലർച്ചെ 4 മണി മുതൽ 6:30 വരെ പുലർച്ചെ പൂരം എഴുന്നള്ളിപ്പും നടക്കും. രാവിലെ വടക്കുംവാതിൽ ഗുരുതിക്ക് ശേഷം നട അടയ്ക്കുന്നതോടെ ഉത്സവത്തിന് സമാപനമാകും. ഉത്സവാഘോഷത്തിന്റെ തത്സമയ കാഴ്ചകൾ CCTVയിൽ സംപ്രേഷണം ചെയ്തിരുന്നു. BJPയുടെ നേതൃത്വത്തിൽ ഗുരുവായൂർ MLA NK അക്ബറിനെതിരെ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. വടക്കേക്കാട് ശ്മശാനം പണി പൂർത്തീകരിച്ചിട്ടില്ല, CHC കെട്ടിടം തുറന്നുകൊടുത്തില്ല, റോഡുകളുടെ പണി പൂർത്തീകരണം, കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണാൻ സാധിച്ചില്ല തുടങ്ങി വികസന മുരടിപ്പ് ചൂണ്ടിക്കാട്ടിയാണ് നൈറ്റ് മാർച്ച് നടത്തിയത്. വടക്കേക്കാട് നിന്ന് ആരംഭിച്ച നൈറ്റ് മാർച്ച് സംസ്ഥാന സമിതി അംഗം ദയാനന്ദൻ മാമ്പുള്ളി ഉദ്ഘാടനം ചെയ്തു. ആൽത്തറ സെന്ററിൽ നടന്ന സമാപന സമ്മേളനം BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് C നിവേദിത സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. BJP പുന്നേർകുളം പഞ്ചായത്ത് പ്രസിഡന്റ്
പ്രസിഡന്റ് ടി കെ ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചരമ്പത്ത് മുഖ്യപ്രഭാഷണം നടത്തി. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് ഹീര കൃഷ്ണദാസ്, ഷാജി തൃപ്പറ്റ്, KC രാജു, ശാന്തി സതീശൻ, സീന സുരേഷ്, മനീഷ് കുളങ്ങര, സുരേഷ് നടുവത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. BJP വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ദിലീപ് കിളിയംപറമ്പിൽ സ്വാഗതവും പുനയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ദിനേശ് ഇ ചിത്തറ നന്ദിയും പറഞ്ഞു. ആർത്താറ്റ് സെന്റ് മേരീസ് സിംഹാസന പള്ളിയിൽ ഖബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധ സ്ലീബ മോർ ഒസ്താത്തിയോസ് ബാവയുടെ 96ാമത് ഓർമ്മ പെരുന്നാളിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വാഹന വിളംബര റാലിക്ക് ചാലിശ്ശേരിയിൽ സ്വീകരണം നൽകി. സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിലെത്തിയ റാലിയെ വികാരി ഫാദർ അബ്രഹാം യാക്കോബ് പൂവത്തുമണ്ണിൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരുടെ നേതൃത്വത്തിൽ ഇടവക വിശ്വാസികൾ ചേർന്ന് സ്വീകരിച്ചു. സിംഹാസന പള്ളി വികാരി ഫാദർ ജിബിൻ ചാക്കോ, സഹവികാരി ഫാദർ മനു തങ്കച്ചൻ, ഫാദർ CG മാത്യു എന്നിവർ സംസാരിച്ചു. ധൂപപ്രാർത്ഥനയും നടത്തി. MPPM യൂത്ത് അസോസിയേഷൻ അംഗങ്ങളും വിശ്വാസികളും വാഹന റാലിയിൽ അണിചേർന്നു. ഓർമ്മ പെരുന്നാളിന്റെ ഭാഗമായി ആർത്താറ്റ് സിംഹാസന പള്ളിയിലേക്കുള്ള വടക്കൻ മേഖലാ കാൽനട തീർത്ഥയാത്ര മാർച്ച് 21 രാവിലെ 9:30 പള്ളിയിൽ നിന്ന് ആരംഭിക്കും. ഡിവൈഎഫ്ഐ തിരുത്തിക്കാട് യൂണിറ്റ് നിർമ്മിച്ച പുതിയ ബസ് സ്റ്റോപ്പ് നാടിന് സമർപ്പിച്ചു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, വൈസ് ചെയർമാൻ PG ജയപ്രകാശ് എന്നിവർ ചേർന്ന് ബസ് സ്റ്റോപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭയുടെ ഓപ്പൺ ജിം സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി ഈ പ്രദേശത്തുണ്ടായിരുന്ന ഡിവൈഎഫ്ഐയുടെ പഴയ ബസ് സ്റ്റോപ്പ് നേരത്തെ പൊളിച്ചുമാറ്റിയിരുന്നു. യാത്രക്കാരുടെ ബുദ്ധിമുട്ട് പരിഗണിച്ച് ഓപ്പൺ ജിമ്മിന് സമീപം തന്നെ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ പുതിയ വിശ്രമ കേന്ദ്രം നിർമ്മിക്കാൻ ഡിവൈഎഫ്ഐ മുന്നിട്ടിറങ്ങുകയായിരുന്നു. 2 ആഴ്ച കൊണ്ടാണ് ബസ് സ്റ്റോപ്പിന്റെ പണി പൂർത്തിയാക്കിയത്. ചടങ്ങിൽ CPIM തിരുത്തിക്കാട് ബ്രാഞ്ച് സെക്രട്ടറി ഗിരീഷ്, ഡിവൈഎഫ്ഐ പ്രവർത്തകരായ ദീപക്, വിപിൻ, ആദർശ്, അജിത്, ശ്രീരാഗ് തുടങ്ങിയവർ സംബന്ധിച്ചു. പതിനാറാമത് ഗാന്ധി ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രഖ്യാപിച്ച വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പുകളും സൈക്കിളുകളും വിതരണം ചെയ്തു. പുന്നയൂർ പഞ്ചായത്തിലുള്ള മൂന്നേനി ഉന്നതിയിൽ നടത്തിയ ചടങ്ങ് DCC സെക്രട്ടറി MV ഹൈദരാലി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ സുബൈദ പാലക്കൽ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് സൈക്കിൾ വിതരണത്തിന്റെ ഉദ്ഘാടനം DCC സെക്രട്ടറിമാരായ CA ഗോപപ്രതാപൻ, ഉമ്മർ മുക്കണ്ടത്ത് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ഗുരുവായൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് നിസാം ആലുങ്ങൽ, കോൺഗ്രസ് നേതാക്കളായ HM നൌഫൽ, ശിഹാബ്, റിയാസ് കുന്നമ്പത്ത്, കലാം അഞ്ചിങ്ങൽ, കമറു ഇളയാടത്ത്, അലി ഇളയടത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി NK അക്ബറിന്റെ പ്രചരണാർത്ഥം ചാവക്കാട് നഗരത്തിൽ റോഡ് ഷോ നടത്തി. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നിരവധി പ്രവർത്തകർ അണിനിരന്നു. LDF ഗുരുവായൂർ മണ്ഡലം സെക്രട്ടറി C സുമേഷ്, LDF കൺവീനർ സൈദാലിക്കുട്ടി, CPIM ഏരിയ സെക്രട്ടറി TT ശിവദാസൻ, M കൃഷ്ണദാസ്, ചാവക്കാട് നഗരസഭാ ചെയർമാൻ AH അക്ബർ, PS അശോകൻ, ഷീജ പ്രശാന്ത്, ഷൈനി ഷാജി, CPI നേതാവ് AA ശിവദാസൻ, മാലിക്കുളം അബ്ബാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. KSU കുന്നംകുളം നിയോജക മണ്ഡലം സമ്മേളനം നടന്നു. നഗരസഭാ ലൈബ്രറി ഹാളിൽ നടന്ന സമ്മേളനം KSU മുൻ സംസ്ഥാന പ്രസിഡന്റ് ജഷീർ പള്ളിവയൽ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച വർണ്ണാഭമായ വിദ്യാർത്ഥി റാലിയോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. നഗരം ചുറ്റി സമ്മേളന നഗരിയായ ലൈബ്രറി ഹാളിൽ സമാപിച്ചു. നിയോജക മണ്ഡലം പ്രസിഡന്റ് അക്ഷയ് വെള്ളറക്കാട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ KSU തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ മുഖ്യാതിഥിയായി. ഭാരവാഹികളായ ഗണേഷ് ആറ്റൂർ, സാരംഗ് തിരുവില്ലാമല, ഷിനാസ് കരിയന്നൂർ, ആസാൻ ഷെയ്ഖ്, ജോയൽ അബ്രഹാം കൊണ്ടാഴി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഇഫ്താർ വിരുന്നും ഉണ്ടായി. കേച്ചേരി പീപ്പിൾസ് സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ 23ാം വാർഷികാഘോഷവും വിവിധ സഹായ പദ്ധതികളുടെ വിതരണോദ്ഘാടനവും നടന്നു. കേച്ചേരി വേലൂർ റോഡിൽ നടന്ന ചടങ്ങിൽ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആന്റോ പോൾ വാർഷികാഘോഷവും വിവിധ സഹായ പദ്ധതികളുടെ വിതരണോദ്ഘാടനവും നിർവഹിച്ചു. സൊസൈറ്റി പ്രസിഡന്റ് നസീർ കേച്ചേരി അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം ലീല രാമകൃഷ്ണൻ മുഖ്യാതിഥിയായി. ചൂണ്ടൽ പഞ്ചായത്ത് അംഗം TO സെബി മാതാപിതാക്കളെ ആദരിക്കൽ ചടങ്ങ് നിർവഹിച്ചു. പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് CV കുര്യാക്കോസ് വിശിഷ്ടാതിഥികളെ ആദരിച്ചു.
പഞ്ചായത്ത് അംഗങ്ങളായ ഷൈസിന ജിംഷാദ്, റസിയ അലി, ജെസി ജോസഫ്, അനുഷ ഷാഫർ, സൊസൈറ്റി സെക്രട്ടറി RV അബ്ദുൾ മാലിക്, ട്രഷറർ സീതാകുമാരൻ, സൊസൈറ്റി ഓഫീസ് സെക്രട്ടറി പത്മജ ബാലകൃഷ്ണൻ, കേരള കോൺഗ്രസ് കർഷക യൂണിയൻ സംസ്ഥാന സെക്രട്ടറി CT പോൾ, പീപ്പിൾസ് ജോയിന്റ് സെക്രട്ടറി സജ്ന, അംഗം ജിൻഡോ വിൻസെന്റ് എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി ഫൊറോന കുടുംബ കൂട്ടായ്മ കൺവെൻഷൻ സമുദായ ജ്വാല എന്ന പേരിൽ വെള്ളറക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളി ജൂബിലി ഹാളിൽ നടത്തി. തൃശൂർ അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി ഫൊറോന വികാരി ഫാദർ ജോഷി ആളൂർ അധ്യക്ഷത വഹിച്ചു. തൃശൂർ അതിരൂപത കുടുംബ കൂട്ടായ്മ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ അനീഷ് കുത്തൂർ, AD സാജു എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ഫൊറോന ആനിമേറ്റർ ഫാദർ ഷാൻഡോ തലക്കോട്ടൂർ, ഫൊറോന കൺവീനർ KT സിൻഡോ, വെള്ളറക്കാട് ഇടവക വികാരി ഫാദർ ജോഫി ചിറ്റിലപ്പള്ളി, അതിരൂപത കുടുംബ കൂട്ടായ്മ ജോയിന്റ് സെക്രട്ടറി അന്ന ബാബു, ഫൊറോന സെക്രട്ടറി ഫിസിൻ മാത്യു എന്നിവർ സംസാരിച്ചു. ഫൊറോന ഭാരവാഹികളായ ജെമി ജേക്കബ്, ഡോക്ടർ ജോൺസൺ ആളൂർ, വിൻസി ഷാജു, ജോജി മണ്ടുമ്പാൽ, ബിവീന ജോസഫ്, EO വിൽസൺ, ജോൺസൺ അന്തിക്കാട്, മനോജ് സേവ്യർ തുടങ്ങിയവർ നേതൃത്വം നൽകി. വടക്കേക്കാട് ഗ്രാമപഞ്ചായത്തിൽ 2025-26 ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം ഭിന്നശേഷി കലാമേള നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ജിൽസി ബാബു ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അജയകുമാർ വൈലേരി അധ്യക്ഷനായിരുന്നു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സീജ മൊയ്തുണ്ണി, വാർഡ് അംഗങ്ങളായ ബീന, KV റഷീദ്, ആരതി എന്നിവർ പങ്കെടുത്തു. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. കരിക്കാട് CMLP സ്കൂളിന്റെ 100ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഷൈനിംഗ് കിഡ്സ് ടാലന്റ് ഷോ സംഘടിപ്പിച്ചു. 3 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾ പങ്കെടുത്ത പരിപാടിയിൽ മെമ്മറി ടെസ്റ്റ്, ഗെയിംസ്, കുട്ടികളുടെ വിവിധ കലാപ്രകടനങ്ങളും ഉണ്ടായിരുന്നു. മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സ്മാർട്ട് കിഡ് ബോയ്ക്ക് 1ാം സമ്മാനമായി 2000 രൂപ, 2ാം സമ്മാനമായി 1000 രൂപ, മികച്ച പ്രകടനം കാഴ്ചവെച്ച സ്മാർട്ട് കിഡ് ഗേളിന് 1ാം സമ്മാനമായി 2000 രൂപയും, ഏറ്റവും കൂടുതൽ കുട്ടികൾ പങ്കെടുത്ത് കൂടുതൽ പോയിന്റ് നേടിയ അംഗൻവാടിക്ക് 2000 രൂപയും പാരിതോഷികമായി നൽകി. കടവലൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീന അഷ്റഫ്, വാർഡ് മെമ്പർ സ്മിത മുരളി, സ്കൂൾ മാനേജർ PT ടെറിഷ്, പ്രധാന അധ്യാപിക ഷൈനി N സക്കറിയ, സ്റ്റാഫ് സെക്രട്ടറി ഷേബ ജോർജ്, മുഹമ്മദ് ആസാദ്, അധ്യാപകർ, രക്ഷിതാക്കൾ, PTA, MPTA അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. കോഴിക്കുളങ്ങര ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ വേല മഹോത്സവം ആഘോഷിച്ചു. പുലർച്ചെ 4 മണിക്ക് ദൊണ്ടുമഠം രാജഗോപാൽ എമ്പ്രാന്തിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഗണപതി ഹോമത്തോടെ വിശേഷാൽ പൂജകളുണ്ടായി. ഉച്ചയ്ക്ക് ശേഷം വിവിധ ദേശ കമ്മിറ്റികളുടെ കരിങ്കാളി, തെയ്യം, തായമ്പക തുടങ്ങിയ വരവ് പൂരങ്ങളും ഉണ്ടായി. ദീപാരാധനയോടുകൂടി മഹോത്സവം സമാപിച്ചു. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ AK സത്യൻ, കണിച്ചത്ത് അജി, പെരിങ്ങാടൻ അനി, ചെറാട്ടി വിജയൻ, കിഴക്കര ജനാർദ്ദനൻ എന്നിവർ നേതൃത്വം നൽകി. വിപണി. ലാമിയ ബേബി സ്റ്റുഡിയോയുടെ 20ാമത്തെ ഷോറൂം എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ പ്രവർത്തനം ആരംഭിച്ചു. എരുമപ്പെട്ടി ടൗൺ ജുമാ മസ്ജിദ് ഖത്തീബ് താഹിർ സദി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ചെറിയ കുട്ടികൾക്കുള്ള വസ്ത്രങ്ങളുടെയും കളിപ്പാട്ടങ്ങളുടെയും ചെരുപ്പ്, ഷൂ, തൊപ്പി എന്നിവയുടെ കമനീയ ശേഖരം ലാമിയ സ്റ്റുഡിയോയിൽ ഒരുക്കിയിട്ടുണ്ട്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേണ്ട വസ്ത്രങ്ങളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന ശേഖരമാണ് ഇവിടെയുള്ളത്. ആദ്യ വിൽപ്പന ബിസ്മി നാസറിന്
നൽകി നിർവഹിച്ചു. മാനേജിംഗ് ഡയറക്ടർ ജബ്ബാർ ലാമിയ, ഡെന്നി ചുങ്കത്ത്, PT ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. കടങ്ങോട് ശ്രീ മല്ലൻകുഴി മല്ലൻകാവിൽ ഇളനീരാട്ടവേല മഹോത്സവം ആഘോഷിച്ചു. കൈലാസനാഥനായ പരമശിവന്റെ തൃപ്പാദം പതിഞ്ഞ സ്ഥലമാണ് മല്ലൻകുഴി എന്നാണ് വിശ്വാസം. ശിവന്റെ കാട്ടാള രൂപമാണ് മല്ലൻകാവിലപ്പൻ എന്ന പേരിൽ കുടികൊള്ളുന്നത്. നാടിന്റെ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടിയാണ് ഇളനീരാട്ടം നടത്തുന്നത്. ജാതിമത വേർതിരിവില്ലാതെ മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായി നിലകൊള്ളുന്ന മല്ലൻകാവ് മഹോത്സവത്തിന് നിരവധി പേരാണ് എത്തിയത്. രാവിലെ നടതുറപ്പ്, അഭിഷേകം, ഗണപതി ഹോമം, നവകം, പഞ്ചഗവ്യം, തന്ത്രിപൂജ എന്നിവയുണ്ടായി. തുടർന്ന് ശരണമന്ത്രത്തോടെ ഇളനീർ അഭിഷേകം നടന്നു. തന്ത്രി താമറ്റൂർ മനക്കൽ നാരായണൻ നമ്പൂതിരി, മേൽശാന്തി കൈതക്കാട്ട് മനക്കൽ നാരായണൻ ഭട്ടതിരിപ്പാട് എന്നിവർ കാർമ്മികരായി. സുധീഷ് പൊയിലി കടങ്ങോടിന്റെ നേതൃത്വത്തിൽ പഞ്ചാരിമേളവും വിവിധ സംഘങ്ങളുടെ വീരനാട്യവും മല്ലൻകുഴി നാട്ടുകൂട്ടത്തിന്റെ കരിങ്കാളിപ്പടയും ഉണ്ടായിരുന്നു. അന്നദാനവും ഒരുക്കിയിരുന്നു. ട്രസ്റ്റി പുതൂർ ബാലകൃഷ്ണൻ, പ്രസിഡന്റ് KG സുധാകരൻ, സെക്രട്ടറി ശശി പ്ലാച്ചേരി, ട്രഷറർ OA സുബ്രഹ്മണ്യൻ എന്നിവർ നേതൃത്വം നൽകി. ചരമം. നേവൽ ബേസ് റിട്ടയേർഡ് ഉദ്യോഗസ്ഥൻ കുന്നംകുളം ചിരളയം താഴത്തങ്ങാടി ചെറുവത്തൂർ ചാക്കോയുടെ ഭാര്യ പഴഞ്ഞി കൂത്തൂർ ലീല നിര്യാതയായി. 86 വയസ്സായിരുന്നു. സംസ്കാരം ആർത്താറ്റ് സെന്റ് മേരീസ് സിംഹാസന പള്ളി സെമിത്തേരിയിൽ നടത്തി. ജോയ്, ജയ, ജിമ്മി, ജിജി എന്നിവർ മക്കളാണ്. പെരുമ്പിലാവ് ആനക്കല്ല് മേനോത്ത് പത്മനാഭൻ നിര്യാതനായി. 84 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി ശാന്തി തീരത്ത് നടത്തി. പരേതയായ പത്മാവതി ഭാര്യയാണ്. പരേതനായ വിജയൻ, ശാന്ത, സജിത എന്നിവർ മക്കളാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. ഏപ്രിൽ 9 കേരളം വിധി കുറിക്കും. ഫലപ്രഖ്യാപനം മെയ് 4. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തീയതി പ്രഖ്യാപനത്തെ തുടർന്ന് പ്രചരണം തുടങ്ങി രാഷ്ട്രീയ പാർട്ടികൾ. കെ സുധാകരന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ അന്തിമ തീരുമാനം ഹൈക്കമാൻഡാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. കാട്ടകാമ്പാലിൽ SFI കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ സംഘർഷം. ഞായറാഴ്ച രാവിലെ 9:30 നടന്ന സംഘർഷത്തിൽ ഇരുവിഭാഗത്തിലെയും പ്രവർത്തകർക്ക് പരിക്ക്. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ പ്രദേശത്ത് പോലീസ് നിരീക്ഷണം ശക്തം. നിയമക്കുരുക്ക് മറികടക്കാൻ അടിയന്തര നീക്കവുമായി AV ഗോപിനാഥ് വീണ്ടും ഗുരുവായൂർ ദേവസ്വം ചെയർമാനായി സത്യപ്രതിജ്ഞ ചെയ്തു. തുടർന്ന് ഭരണസമിതി യോഗം ചേർന്ന് AV ഗോപിനാഥിനെ വീണ്ടും ചെയർമാനായി തെരഞ്ഞെടുത്തു. ആൽത്തറയിൽ ബസ് ഡ്രൈവറെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. ഓട്ടോ ഡ്രൈവറായ കുമാരൻപടി സ്വദേശി മേത്തി വീട്ടിൽ ഇക്ബാലിനെ വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.